നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് പലപ്പോഴും ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 മൈൻഡ് സെറ്റുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഫിക്സഡ് മൈൻഡ് സെറ്റ്. അതായത് ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എപ്പോഴും ഈ ഫെയിലിയേഴ്സിനെയും ചലഞ്ചസിനെയൊക്കെ പേടിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പം അവരെന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. സോ പല കാര്യങ്ങളിലേക്കും അവർ പോവാനായിട്ട് മടിക്കും. പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് അവർ ശ്രമിക്കും. ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാനായിരിക്കും ഇത്തരക്കാർക്ക് ഇഷ്ടം. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ആണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ലൈഫിൽ എപ്പോഴും ഗ്രോ ചെയ്യാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. ഇവർക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ലൈഫിൽ സംഭവിച്ചാൽ പോലും അതൊക്കെ നമുക്കുള്ള ഓരോരോ സ്റ്റെപ്പുകളാണ്, വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ് എന്ന് മനസ്സിലാക്കി പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടി പോകാനായിരിക്കും ഇത്തരക്കാർ ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത്തേതാണ് അബാൻഡൻസ് മൈൻഡ് സെറ്റ്. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് സക്സസ് ആവുമ്പോൾ ആ ഒരു രീതിയിൽ പോയാൽ അല്ലെങ്കിൽ ആ ഒരു പാത്ത് ഫോളോ ചെയ്ത് പോയാൽ നമ്മളും സക്സസ് ആവും എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ബിസിനസ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ സെയിം ബിസിനസ് തന്നെ നമ്മൾ ചെയ്താലും സക്സസ് ആവും എന്ന് വിചാരിച്ച് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളുകളായിരിക്കും ഇവര്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ ലൈഫ് ഏത് രീതിയിൽ മാറണം എന്ന് തീരുമാനിക്കുന്നത്. ഈ 3 മൈൻഡ് സെറ്റുകളിൽ നിങ്ങളുടേത് ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ.